السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن تنصروا الله ينصركم ويثبت أقدامكم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ഏറ്റവും ബഹുമാനവും ആദരവുമുള്ള സാദാത്യങ്ങളെ, ആദരവുള്ള ഉസ്താദന്മാരെ, ഉമറാക്കളെ, നേതാക്കളെ, ബഹുമാനികളായ മുത്തഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂട്ടിയ ഈ സംഗമം അല്ലാഹു നമ്മൾ വെക്കുന്ന കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ വന്നെത്തിയതായിരിക്കുന്ന ഓരോരുത്തരുടെയും എല്ലാ തരത്തിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു വെടിത്തരുമാറാകട്ടെ. ഓരോരുത്തരുടെയും ശാരീരികവും മാനസികമായ എന്തെല്ലാം രോഗങ്ങളുണ്ടോ അല്ലാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മൾക്കും നമ്മുടെ ചുറ്റുപാട് എല്ലാ നാടുകളിലേക്കും വരുന്ന എല്ലാ തരത്തിലുള്ള ആഫത്ത് ബലാകളെ തൊട്ട് അല്ലാഹു കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇതിൽ പ്രസംഗിക്കുന്നവർ സമയം ഇതല്ല. ഇതുവരെ ബഹുമാനപ്പെട്ട ഇവിടെ കേസൂർ ഉസ്താദ് മുതൽക്ക് ഇവിടെ ഉള്ളതായിരിക്കുന്ന സാദാത്യങ്ങളും മറ്റുള്ളതായിരിക്കുന്ന ഉസ്താദന്മാരെല്ലാം കുറേ സംസാരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും, ഞാനും നിങ്ങളെല്ലാം കാത്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും വലിയ നേതൃത്വമായതായിരിക്കുന്ന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവരുടെയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത സമയത്ത് നമ്മൾക്ക് ഇവിടെ വന്ന് അദ്ദേഹം എത്തും. എല്ലാവർക്കും നമ്മൾക്ക് വന്ന് അവരെ ബയ്യത്ത് ചെയ്യുന്ന മഹല്ലുകാർക്കെല്ലാം അവരെ ബയ്യത്ത് ചെയ്ത് നല്ല റാഹത്തിന് നമ്മൾക്ക് പിരിഞ്ഞു പോകാൻ അല്ലാഹു നമ്മൾക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ബഹുമാനികളെ, നമ്മൾക്ക് ഇവിടെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു കാലിൻ്റെ ആവശ്യം നമ്മൾക്ക് എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ എന്ന് വേണ്ട, പണ്ട് കാലം മുതൽക്ക് തന്നെ പാരമ്പര്യമായി വന്നതായിരിക്കുന്ന ഒരു കാര്യമാണ് ഖാദി എന്നുള്ളത്. ഇസ്ലാമിൻ്റെ ദീനിൻ്റെ കാര്യങ്ങളൊക്കെയും എല്ലാം വേണ്ട പോലെ ജനങ്ങൾക്ക് വിധിച്ചു കൊടുക്കാനും തീർമാനിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് വലിയതായിരിക്കുന്ന എല്ലാവർക്കുടെയും നേതൃത്വമായതായിരിക്കുന്ന ഖാലിമാർ, ഖതീമന്മാർക്കും മുഅല്ലിമീങ്ങൾക്കും മറ്റുള്ളതായിരിക്കുന്ന നാട്ടിലുള്ളതായിരിക്കുന്ന സാധാരണക്കാർക്കും ഉമറാക്കൾക്കും നേതാക്കൾക്കുമെല്ലാം അവരുടെ ഒരു തീർമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് നല്ല നിരക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാ എന്നുള്ള ആ സംഘടന ആൾക്കാരായി നല്ല നിരക്ക് ഇസ്സത്തോടു കൂടി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടി നമ്മൾക്ക് മരിക്കണം. നമ്മൾക്ക് എല്ലാത്തിനേക്കാളും വലുത് ഇവിടെ ദീനാണ്. ദീനിലേക്ക് സഹായിക്കുന്ന ദുന്യാവ് അതും നമ്മൾക്ക് ആവശ്യമുണ്ട്. അതല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപമായി പറഞ്ഞ, ഖുർആൻ്റെ അകത്ത് ആക്ഷേപമായി പറഞ്ഞ വെറും ആഖിറത്തിലേക്ക് ഉപകാരം ചെയ്യാത്ത, ദീനിലേക്ക് ഉപകാരമില്ലാത്ത ദുന്യാവ് അതിൻ്റെ ആൾക്കാർ നമ്മളല്ല. നമ്മളെല്ലാം ഇവിടെ ജീവിക്കുന്നത് നമ്മൾക്കുള്ളതായിരിക്കുന്ന ദീന് കൊണ്ട് മുഖേന നമ്മൾ ആഖിറം നമ്മൾക്ക് വിജയിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചിട്ടും ധാരാളം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിരോധികളായ ശത്രുക്കളായ ആൾക്കാർ നാനാ ഭാഗത്തുനിന്നും എല്ലാം ഇളകി പുറപ്പെട്ടിട്ടുണ്ട്. അത് ഇന്ന് വയസ്സന്മാർക്കെല്ലാം അനുഭവമില്ലാത്ത കാര്യങ്ങളാണ് ഇന്നൊക്കെയും ഗൾഫിലും മറ്റും പോയി വന്നിട്ടിവിടെയൊക്കെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതെല്ലാം പറഞ്ഞാൽ കുറേ സമയം വേണ്ടി വരും. അതിലേക്ക് ഞാനൊന്നും കടക്കുന്നില്ല. ഏതായാലും നമ്മൾക്ക് ഇവിടെ വരുന്ന മുസീബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലുതായിരിക്കുന്ന മുസീബത്ത് നമ്മുടെ ദീനിലേക്ക് വരുന്ന മുസീബത്താണ്. മഹാനായ ഇബ്നുൽ ബാത്തത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹു തൻ്റെ ഒരു ഖുതുബയിൽ പറഞ്ഞതുപോലെ ഫൈനൽ മുസീബത്ത ഫിൽ അദിയാനി അഅലമു മിൻഹാ ഫിൽ അംവാലി വൽ അബ്ദാൻ.
നമ്മൾക്കിപ്പോൾ പല തരത്തിലുള്ള മുസീബത്തുകളും ബലാകളൊക്കെയും വരുന്നുണ്ട്. ഇത് ദീനിലേക്ക് വരുന്നതായിരിക്കുന്ന മുസീബത്ത്, അത് നമ്മൾക്കുള്ളതായിരിക്കുന്ന നഫ്സുകൾക്കും നമ്മൾക്കുള്ളതായിരിക്കുന്ന മുതലുകളിലേക്കും വരുന്നതായിരിക്കുന്ന മുസീബത്തിനേക്കാളും വലിയതായിരിക്കുന്ന മുസീബത്താണ് നമ്മളെ ദീനിലേക്ക് വരുന്നതായിരിക്കുന്ന മുസീബത്ത്. അതിനെ നമ്മളെ ദീനിനെ ഇവിടെ ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കിവിടെ സാദാത്യങ്ങളും അതുപോലെ തന്നെ ആലിമീങ്ങളും അതുപോലെ തന്നെ മുഅല്ലിമീങ്ങളും അതുപോലെയുള്ളതായിരിക്കുന്ന നമ്മുടെ എല്ലാം ജമാഅത്തുകളും എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഇത്ര ഭദ്രമായിട്ട് നമ്മളിവിടെ കാത്തു സൂക്ഷിക്കുന്നത്? നമ്മളെ ദീനിനെ ഇവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് മുഖേന നമ്മൾക്ക് ആഖിറത്തിലേക്ക് നമ്മൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബഹുമാനപ്പെട്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ നേതാവാണ്. ബഹുമാനപ്പെട്ട മഹാനവറുകൾ തൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ശിഷ്യനായ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട മഹാനായ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാനപ്പെട്ട സ്വഹാബിയായതോടുകൂടി സാബിഖീങ്ങളിൽ അവലിൽപ്പെട്ടവരാണ്. ആദ്യമായ ഇസ്ലാമായ ആൾക്കാരിൽപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നു, അന റാബിഉൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിൻ്റെ 4ാമത്തെ മെമ്പറാണെന്ന് പറയും. അതിന് മുമ്പ് 3 ആളെ കഴിഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ആളാണ് അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ഔസാനി ഖലീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി 4 കലിമാത്തിൻ ഹുന്ന അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ ഫഖാല ലി യാ അബാ ദർ ജദ്ദിദി السفينة فإن البحر عميق وخفف الحمل فإن العقبة طويل وحمل الزاد فإن السفر بعيد وأخلص العمل فإن الناقد بصير. ഔസാനി ഖലീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നോട് എൻ്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നെ വസിയത്താക്കിയിട്ടുണ്ട്. ആ വസിയ അറബി കലിമാത്തിൻ 4 കലിമാത്തുകളെ കൊണ്ട് 4 വാക്കുകളെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ 4 കാര്യങ്ങളെ കൊണ്ട് ഞാൻ അമൽ ചെയ്യൽ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ളതായിരിക്കുന്ന എല്ലാം ചെയ്താലും അതിലേക്ക് സമമാവുകയില്ല, എല്ലാം അതിലേക്ക് ചെലവ് ചെയ്താലും അതിലേക്ക് സമമാവുകയില്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന 4 കലിമാത്തുകൾ എനിക്ക് എന്നിട്ട് ആദ്യത്തേത് ഫഖാല ലി യാ ബദർ, എന്നോട് പറഞ്ഞു, യാ ബദർ ജദ്ദിദി സഫീനത, നിന്റെ കപ്പലിനെ നീ റിപ്പയർ ചെയ്തോ. ഫൈനൽ ബഹ്റ അമീഖ്, നീ സഞ്ചരിക്കുന്നതായിരിക്കുന്ന ബഹ്റ് അത് ആയമുള്ളതാണ്. ബഹുമാനപ്പെട്ട വ്യാഖ്യാതാക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഇവിടെ മദീനത്തിലാണ് ഈ വാക്ക് പറയുന്നത്, അവിടെ കപ്പലും ഇല്ല കടലും ഇല്ലാത്ത സ്ഥലമാണ്. യാ ബദർ ജദ്ദിദി സഫീന, ഇവിടെ സഫീനത്ത് കൊണ്ടുള്ള ഉദ്ദേശം ദീനാണ്. ജദ്ദിദി സഫീനത്തെ യാനി ദീന, ഇതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉദ്ദേശിക്കുന്ന കപ്പൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ദീനാണ്. ബഹ്ർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ദുന്യാവാണ്. നിന്റെ ഈ ദുന്യാവിൽ നീ ജീവിക്കുമ്പോൾ ഈ ദുന്യാവിൻ്റെ ചേലും ചന്തവും കണ്ടിട്ട് ഇതിൻ്റെ പിന്നാലെ നീ ഓടണ്ട. നിന്റെ ദീനിനെ നീ ഭദ്രമായിട്ട് കേടുപാടുമില്ലാത്ത നിരക്ക് നല്ല നിരക്ക് നീ അതിനെ കാത്തു സൂക്ഷിച്ചോ. അതിലേക്ക് എന്നും ഒരു പൊട്ടോ ഒരു കുറവോ അത് വരാത്ത പോലെ നീ കാത്തു സൂക്ഷിച്ചോണം. കാരണം ഫൈനൽ ബഹ്റ അമീഖ്, ഈ ദുന്യാവ് എന്നുള്ളത് ഇത് ആയമേറിയതായിരിക്കുന്ന ഒരു കടലാണ്. നീ മുങ്ങിയിട്ട് മരിച്ചു പോകും. നിന്റെ ദീനിവിടെ ഭദ്രമായിട്ട് ഇല്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല. നീ ആഖിറത്തിലേക്ക് യാത്ര ചെയ്യുന്ന മുസാഫിറാണ് നീ. അതുകൊണ്ട് നിന്റെ യാത്രൻ്റെ അകത്ത് നിന്നെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നീ എത്തുകയില്ല. നിന്റെ ദീനിലേക്ക് കേടുവരുന്നതായിരിക്കുന്ന ഒരു കാര്യത്തിനൊന്നും നീ എന്താക്കണ്ട, ഇവിടെ അതിലേക്ക് നീ വയ്യാക്കണ്ട. എല്ലാം നല്ല ഭദ്രമായി നീ കാത്തു സൂക്ഷിച്ചോ. ഇതെല്ലാം നീട്ടി പറയുകയാണെങ്കിൽ കുറേ മണിക്കൂറോളം പറയേണ്ടി വരും. അതെല്ലാം പറയാനുള്ള സമയം ഞാനില്ല. എൻ്റെ നഫ്സിനോടും നിങ്ങളോടും പറയുന്നു, നമുക്ക് എല്ലാത്തിനേക്കാളും വലുത് നമ്മൾക്ക് ദീനാണ്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് മരിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്കിതാ ബഹുമാനപ്പെട്ട നമ്മുടെ ഏറ്റവും വലുതായിരിക്കുന്ന വലിയ നേതൃത്വമാണ് നമ്മൾക്ക്. മുമ്പേ നമ്മുടെ നേതാവാണ്, ഇന്നലെ ആയതൊന്നുമല്ല. നമ്മൾ എല്ലാ സംഘടനകളും ഇവിടുത്തെ ജമിയത്തുൽ ഉലമാവും ഇവിടെ കർണാടകത്തിലുള്ളതായിരിക്കുന്ന എല്ലാ സംഘടനകളും അവിടുത്തേതായിരിക്കുന്ന നേതൃത്വത്തിലാണ്. കേരളത്തിലുള്ളതായിരിക്കുന്ന എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘടനകളും അതും അവിടുത്തെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിന്ന് വലിയതായിരിക്കുന്ന വലിയ ഭാഗ്യമാണ് ബഹുമാനപ്പെട്ടതായിരിക്കുന്ന
സുൽത്താൻ ഉലമ ഉസ്താദ് അവർകളെ അവരെ തണലിലായിട്ട് നമ്മൾക്കിവിടെ ജീവിക്കാനുള്ള ഒരു അവസരം അള്ളാഹു ഉണ്ടാക്കി തന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് നമ്മൾ ബയ്യത്ത് ചെയ്തിട്ട് നമ്മളെ കാലിയായിട്ട് നമ്മൾക്ക് അദ്ദേഹം കുറേ നീണ്ട കാലം നേതൃത്വം വഹിച്ച് നമ്മൾക്ക് ഇവിടെ ദീനിയായ കാര്യങ്ങളിലെല്ലാം അവരിലേക്ക് എല്ലാ വിഷയത്തിനും നമ്മൾ മടങ്ങി നമ്മൾ നല്ല നിലക്ക് ഇസ്സത്തോടുകൂടി ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളെല്ലാം പെടുത്തുമാറാകട്ടെ. നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നമ്മുടെ സ്നേഹിതരായ ഹാഷിമിയ കോളേജിൻ്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ബാദുഷാ സക്കാഫി ഉസ്താദ് ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. എത്രയോ മണിക്കൂർ വേണമെങ്കിലും പണ്ടേ കാലം മുതൽക്ക് തന്നെ അദ്ദേഹം നമ്മുടെ നാടുകളിലെല്ലാം പരിചയമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കോളേജിൻ്റെ അകത്ത് ഇവിടുത്തെ ധാരാളം മുത്തഅല്ലിമീങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള സമയം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്ന അയാൾ കുറച്ച് സംസാരിച്ചോട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഏതായാലും വരും. മകരോട് സമയമെടുത്ത് സംസാരിച്ചിട്ട് ഇങ്ങനെ നീട്ടിയാൽ എല്ലാവർക്കും അത് വിഷമമുണ്ടാകും. നേരത്തെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറും ബറക്കത്തും സന്തോഷവും നിഅമത്തും അല്ലാഹു ഏറ്റിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.